ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ലോകമെമ്പാടും ഹോശാന പെരുന്നാൾ കൊണ്ടാടുകയാണ്. ആഘോഷങ്ങളിൽ ഏറ്റവും ലാളിത്യം നിറഞ്ഞ ആഘോഷമാണ് ഹോശാന പെരുന്നാളിൽ നാം കാണുന്നത്. കുരുത്തോലകൾ പിടിച്ചുകൊണ്ട്, പൂക്കൾ വാരിയെറിഞ്ഞുകൊണ്ട് ദൈവപുത്രന് ഹോശാന പാടുന്ന അതിമനോഹരവും അതിലളിതവുമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് ഹോശാന പെരുന്നാളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വലിയ ജനക്കൂട്ടം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്നും കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. മുൻപിൽ നിന്നും നടന്ന ജനക്കൂട്ടം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, അത്യുന്നതങ്ങൾ ഹോശന്ന എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടിരുന്നു. യേശുവിനെ യെരുശലേമിലേക്ക് അവർ സ്വീകരിച്ച് ആനയിക്കുകയാണ്. യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് ഹോശാന പെരുന്നാൾ. എന്നാൽ ഹോശാന പെരുന്നാളിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിലുമുപരിയായിട്ട് അനേക കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കുവാനുണ്ട്. ഹോശാന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സേവ് നൗ എന്നാണ്. ഇപ്പോൾ രക്ഷിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ യഹൂദ പെരുന്നാളുകളിൽ ഹോശാന എന്ന പദം അവർ ഉപയോഗിച്ചിരുന്നു. കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അനേക അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് യഹൂദ സമൂഹം കണ്ടറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. പക്ഷേങ്കിൽ കർത്താവിനെ ദൈവപുത്രൻ എന്ന രീതിയിൽ സ്വീകരിക്കുവാനോ, കർത്താവിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളുവാനോ, കർത്താവിനെ അനുസരിക്കുവാനോ അവരിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും കഴിഞ്ഞില്ല. കർത്താവിൻ്റെ സ്വന്തം സഭയായ യഹൂദ സഭയ്ക്ക് കർത്താവിനെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞില്ല. കർത്താവിനെ എങ്ങനെ നശിപ്പിക്കും എന്നുള്ള ഗൂഢാലോചനകൾ കൊണ്ടാണ് പുരോഹിതന്മാരും മതപുരോഹിതന്മാരും കർത്താവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നത്. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾക്കും അവർ കർത്താവിനോടൊപ്പം പോവുക അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി കർത്തൃനാമ മഹത്വത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നത് നാം കാണുന്നില്ല. ഇവിടെ വളരെ ചിന്തനീയമായ ഒരു കാര്യം, കർത്താവ് ഗലീലക്കാരനാണ്. ഗലീലയിൽ നിന്ന് കർത്താവ് യെരുശലേമിലേക്ക് വരികയാണ്. താൻ ബെത്ഫഗ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ തൻ്റെ 2 ശിഷ്യന്മാരോട് നിങ്ങൾ ആ കാണുന്ന ഗ്രാമത്തിലേക്ക് കടന്നു പോകണം. അവിടെ ചെന്ന് ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചുകൊണ്ട് പോരുക എന്ന് പറഞ്ഞാൽ അത് മോഷണത്തിന് തുല്യമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ പെൺകഴുതയെയും കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരുവാൻ പറയുമ്പോൾ യാതൊരു സംശയവും ഉന്നയിക്കാതെ അവർ പോവുകയാണ്. അനുസരണത്തിൻ്റെ ഒന്നാമത്തെ പാഠം. പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തുമെങ്കിലും, പല കാര്യങ്ങൾ നിർദ്ദേശിക്കുമെങ്കിലും അവയൊക്കെയും പൂർണ്ണമായി അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ നമുക്ക് കഴിയാറില്ല. പ്രായോഗികതയുടെ മറവിൽ അവയിൽ ചിലതെങ്കിലും തള്ളിക്കളയുവാൻ നാം നിർബന്ധിതരാകുന്നുണ്ട്. പലതും നാം തള്ളിക്കളയുന്നുമുണ്ട്. ഇവിടെ ശിഷ്യന്മാർക്കും അപ്രകാരം ചെയ്യാമായിരുന്നു. യാതൊരു പരിചയവുമില്ലാത്ത ഒരു നാട്ടിൽ ചെന്ന്
അതുവരെയും പോയിട്ടില്ലാത്തൊരു ഗ്രാമത്തിൽ ചെന്ന് അവിടെ കാണുന്നൊരു കഴുതയും കുട്ടി അഴിച്ചുകൊണ്ട് പോരുക എന്ന് പറഞ്ഞാൽ സാഹസികമായ കാര്യമാണ്. എന്നാൽ അവരതിൻ്റെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സമ്പൂർണ്ണമായിട്ട് കർത്താവിനെ അനുസരിക്കുന്നു. ഹോശാന പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം അനുസരണമാണ്. പലപ്പോഴും നാം ഹോശാന പെരുന്നാൾ കൊണ്ടാടുക എന്ന് പറയുമ്പോൾ ഇപ്രകാരം ഒരു ഘോഷയാത്ര നടത്തുക, കുരുത്തോലകളും പൂക്കളങ്ങളുമായിട്ടൊക്കെയും അതേ കർത്താവിൻ്റെ നാമം വാഴ്ത്തിക്കൊണ്ട് ഹോശാന പാടുക എന്നതൊക്കെയായിട്ട് അത് അവസാനിക്കുകയാണ്. എന്നാൽ നാം പഠിക്കേണ്ട ഒരു കാര്യം, കർത്താവിന് തൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. തനിക്ക് യാത്ര ചെയ്യുവാനുള്ള കഴുതയെയും അതിൻ്റെ കുട്ടിയെയുമാണ് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചത്. നമ്മുടെ ആത്മീയ യാത്രയിൽ കർത്താവിനെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ കർത്താവ് വരുമെന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കുവാൻ സാധ്യമല്ല. കർത്താവിനെ ഒരു ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുവാൻ ഒരു പക്ഷേ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. പക്ഷേ എങ്ങനെയാണ് കർത്താവിനെ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. അത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുവാൻ കൂടിയാണ് കർത്താവ് തന്നെ മുൻകൈ എടുത്ത് ആ കഴുതയും കുട്ടിയെയും കൊണ്ടുവരാൻ പറയുന്നത്. രണ്ടാമതായിട്ട് ഈ ശിഷ്യന്മാർ അവിടെ ചെന്ന് കഴുതയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് പോരുമ്പോൾ അവരോട് ഇതേ ചോദ്യം അവർ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. യാതൊന്നും പറയാതെ ആ ഉടമസ്ഥൻ കർത്താവിന് ആ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കൊടുക്കുകയാണ്. നമ്മുടെ ആത്മീയ യാത്രയിൽ പലപ്പോഴും പല കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മോട് കൽപ്പിക്കും. കാരണം കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷേ പലപ്പോഴും ആ മനുഷ്യനെ പോലെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് മനസ്സില്ല. ഹോശാന പെരുന്നാളിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയും നടക്കുന്നത് ഈ ആദ്യ സംഭവത്തിൽ ആ വ്യക്തികൾ പൂർണ്ണമായിട്ട് കർത്താവിനെ അനുസരിച്ചതുകൊണ്ടാണ്. കർത്താവിന് വേണ്ടി തൻ്റെ കഴുതയെയും കുട്ടിയെയും കൊടുക്കുവാൻ തക്കവണ്ണം ആ മനുഷ്യൻ പൂർണ്ണ മനസ്സോടെ സംബന്ധിച്ച് കൊടുത്തയക്കുകയാണ്. നാം ഹോശാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുവാൻ തയ്യാറാകണം. കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ മാനിക്കുവാൻ നാം തയ്യാറാകണം. നമ്മളിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ള വഴികൾ തുറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നഷ്ടം വന്നാലും കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയണം. അപ്രകാരം പ്രവർത്തിക്കുമ്പോഴാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ കഴിയുന്നത്. അപ്രകാരം പ്രവർത്തിക്കുമ്പോഴാണ് ആ അനുഗ്രഹങ്ങളാൽ നാമും അനുഗ്രഹീതരായിത്തീരുന്നത്. അവർ കഴുതയും കുട്ടിയെയും കൊണ്ടുവരുമ്പോൾ അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവിനെ സ്വീകരിക്കുകയാണ്. തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുകയാണ്, വഴിയിൽ കൊമ്പുകൾ വെട്ടി അവിടെ ഇടുകയാണ്, പൂക്കൾ വാരി വിതറുകയാണ്, കുരുത്തോലകൾ കൊണ്ട് കർത്താവിന് ഹോശാന പാടുകയാണ്. ദിസ് ഇസ് നോട്ട് എൻ ഓർഗനൈസ്ഡ് ഇവൻറ്റ്. കർത്താവിനെ അപ്രകാരം സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ചിന്ത ആ ദേശത്തെ ജനങ്ങൾക്ക് അപ്രകാരം ഇല്ലായിരുന്നു. എന്ന് പറയുമ്പോൾ കർത്താവ് കൂടെയുണ്ട്. കർത്താവിനെ അപ്രകാരം ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഈ സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നില്ല. യെരൂശലേമിൽ പെരുന്നാളാണ്. ആ പശ്ചാത്തലത്തിൽ ഈ കഴുതയും കുട്ടിയുമായിട്ട് അവർ വരുമ്പോൾ കർത്താവ് കൂടെയുള്ളപ്പോൾ ജനങ്ങൾ ഒരു ആസൂത്രിത പരിപാടിയായിട്ടല്ല, പിന്നെയോ സ്പോണ്ടേനിയസ് ആയിട്ട് കർത്താവിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ്, ആഘോഷകരമായിട്ട് നടത്തുകയാണ്. കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം അവർ ആവേശത്തോടെ മുൻപോട്ട് വരികയാണ്. കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? ഈ ഹോശാന പെരുന്നാളിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നാം ജീവിതത്തിൽ പലതിനെയും ഉയർത്തുവാൻ വളരെ ബന്ധപ്പെടുന്നവരാണ്. നമ്മുടെ ഇടവകയിൽ ചില പെരുന്നാളുകളൊക്കെ നടത്തുമ്പോൾ കർത്താവിനെ അവിടേക്കും കാണുവാൻ കഴിയുകയില്ല. മറ്റ് പലതിനെയും ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. കർത്താവിനൊന്നും ഇഷ്ടമല്ല. കർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ കർത്താവ് ഒരിക്കലും ആ കഴുതപ്പുറത്ത് കയറി
അവരുടേതായിട്ടുള്ള ആവേശകരമായ ആദരവ് സ്വീകരിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് പോരുകയില്ല. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഹോശാന പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കഴിയണം. ലിഫ്റ്റ് ദ നെയിം ഓഫ് ജീസസ് ഹൈ. യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തപ്പെടണം. ഹോശാന പെരുന്നാളിൻ്റേതായിട്ടുള്ള വലിയ തത്വമല്ല, വലിയ സന്ദേശം അതാണ്. ആരോടും പറയാതെ, ആരോരും അറിയാതെ, അതേ ആ ജനങ്ങളെല്ലാവരും പെട്ടെന്ന് ഒരുമിച്ച് കൂടി കർത്താവിനെ സ്വീകരിച്ച് യെരുശലേമിലേക്ക് ആനയിക്കുകയാണ്. അതിൻ്റെ കാരണം കൂടി ഉണ്ടായിരുന്നു. ചില ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചത്. അപ്പോൾ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ആ ദേശമൊക്കെയും വളർന്നു പിടിക്കുമ്പോൾ, മരിച്ചവനെ ഉയർപ്പിച്ച വലിയ സംഭവം ആ നാടിനെ നടക്കിയിരിക്കുമ്പോൾ, അത് നടത്തിയവനെ ഉയർത്തുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ കൂടെ പദ്ധതിയാണ്. കർത്താവ് അവിടെ ആദരിക്കപ്പെടുകയാണ്, മാനിക്കപ്പെടുകയാണ്, ഉയർത്തപ്പെടുകയാണ്. ഹോശാന പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലും യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. യേശുവിനെ നാം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. യേശു നമുക്ക് ചെയ്ത അനേകമായ ഉപകാരങ്ങളെ ലോകത്തോട് വർണ്ണിക്കുവാൻ നമുക്ക് കഴിയണം. അപ്രകാരം നാം യേശു ക്രിസ്തുവിൻ്റെ നാം ഉയർത്തുമ്പോഴാണ് അനേകർക്ക് യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും രുചിച്ചറിയുവാൻ മുഖാന്തരങ്ങൾ ഒരുക്കപ്പെടുന്നത്. ഈ ഹോശാന പെരുന്നാൾ അതിന് മുഖാന്തരം ഒരുക്കട്ടെ, എളിമയുടെയും ലാളിത്യത്തിൻ്റെയും പര്യായമായി. എന്നാൽ ഏറ്റവും വലിയ ആഘോഷമായി ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പെരുന്നാളായിട്ട് വളരുവാൻ തക്കവണ്ണം അതിന് മുഖാന്തരം ഒരുക്കിയത് അവിടുത്തെ ആ മനുഷ്യരുടെ അനുസരണവും കർത്താവിനുള്ള സ്നേഹവും വിധേയത്വവും കർത്താവിൻ്റെ നാമം ഉയർത്തുവാനുള്ള ആവേശവുമായിരുന്നു. യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ലോകത്തോട് വർണ്ണിക്കുവാൻ തക്കവണ്ണം, അനേകർക്ക് യേശു ആരാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ഹോശാന പെരുന്നാളിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.